ഇത്തരം വലിയ കായകൾ ഇതിമന്ന് ഒരു 2 കിലോ കായ അറക്കാണ്ട് ഈ 1000 രൂപ ഒക്കെ വിൽക്കുന്ന മരത്തും വന്ന് നമുക്ക് ഒരു 2 കിലോയിലധികം കായ ഉണ്ടാവും. കണ്ടില്ല, ഓരോ കായന്റെ വലിപ്പം കാണിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ, ഇതേമാതിരി എല്ലാം ഒരു കായാന്നില്ല, ഇതിമന്ന് എത്ര കായകളാ നിൽക്കുന്നത്. 1200 റുപ്യക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാട്ടോ. ഇനി വിലന്റെ പ്രശ്നം കണ്ട, വില കുറഞ്ഞ ഒട്ടനവധി മാവുകൾ നമ്മളാ കണ്ട 500-നും 400-നും വിൽക്കുന്ന വലിയ മാവുണ്ട്. അത് കാണിക്കാം നമുക്ക്. ഇതൊക്കെ കണ്ട സീഡ്ലെസ് ആണിത്. വല്ല ഓറഞ്ച് പോലെ അല്ലേ, നല്ല രസമുള്ള സീഡ്ലെസ്. പിന്നെ ഇനി ഓറഞ്ചുകൾ കാണിക്കണ്ട, കുറെ ഒരുപാട് ഓറഞ്ച് ഐറ്റംസുകളുണ്ട്. ഓറഞ്ച് കാണാനൊക്കെ ഓക്കെ, മധുരമൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ലെമൺ തൈകളൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ആണ്? 200 റുപ്യക്ക്. 200 രൂപ. അത് കായുള്ളത് അല്ലേ? കായുള്ളത്. ഇനി ബുഷ് ഓറഞ്ച് ഒക്കെ നമുക്കൊരു 150 രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബുഷ് ഓറഞ്ച് നമുക്ക് കാണിക്കാം, ഒട്ടനവധി കായോട് കൂടി. ഓറഞ്ച് ഉള്ളത് അല്ലേ? ഓറഞ്ചോട് കൂടി നമുക്ക് 150 കൊടുക്കാം. ഇഷ്ടം പോലെ കായോട് കൂടിയ അവിടെയൊക്കെ കായുണ്ടേ. അതാ പച്ചപ്പായി കാണാതെയാണ്. നല്ല കായുള്ള തൈ 150 രൂപ കിട്ടുക ബുഷ് ഓറഞ്ച് കൊടുക്കുന്നത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ അഗ്രോ ഫാമിന്റെ ഞാൻ ബാപ്പുവാക്ക. നമ്മളെ നഴ്സറിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരുപാട് വീഡിയോസ് നിങ്ങളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ കുറേ പുതിയ വെറൈറ്റികൾ ഞങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്താം. മെയിനായിട്ട് ബോഗൻവില്ലകൾ തന്നെ, പൂക്കളുടെ ഒരു കാലമാണല്ലോ ഇപ്പം. ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി പൂക്കൾ ബോഗൻവില്ലൻ്റെ ഒരു കണക്ഷൻ ഞങ്ങൾ ഇതിലുണ്ട്. ഇത് ഗ്രീൻ അഗ്രോ ഫാം രണ്ടത്താണി എന്ന് പറഞ്ഞാൽ പുത്തനത്താണിൻ്റെയും കോട്ടക്കലിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അത് ആ നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം 1.25 കിലോമീറ്റർ ഉള്ളോട്ടാണ്. കുറുകത്താണി വാര്യത്ത് റോഡ്, ആ റോഡിൽ വരുമ്പോൾ ഞങ്ങൾ നഴ്സറി കാണും, ഗ്രീൻ അഗ്രോ ഫാം. ഇതാണ് ഞങ്ങളെ അടുത്ത് ഒരു മൃഗാശുപത്രി ഉണ്ട് അടുത്തായിട്ട്, വാര്യത്ത് ചിനക്കൽ എന്ന് അവിടേക്ക് പറയാം. ഗ്രീൻ അഗ്രോ ഫാം ലൊക്കേഷൻ ഉണ്ട്, ഫോണിൽ ലൊക്കേഷൻ ഉണ്ട്. ഗ്രീൻ അഗ്രോ ഫാം രണ്ടത്താണി അടിച്ചാൽ ആർക്കും ലൊക്കേഷനിലൂടെ എത്താൻ കഴിയും. അപ്പൊ നമ്മള് ഇന്ന് ഒരുപാട് നല്ല വെറൈറ്റീസ് ഒക്കെ പരിചയപ്പെടുത്താൻ പോണ്. ബാബുവാ, നമുക്ക് ചില പ്ലാന്റുകളൊക്കെ ഒന്ന് ഓഫർ കൊടുത്തില്ല നമ്മളെ കസ്റ്റമേഴ്സിന്? കൊടുക്കാലോ അല്ലേ? തീർച്ചയായിട്ടും. പുതിയ എന്താ പറയാ, ഒരു വർഷാരംഭം കൂടി വരാൻ പോവുകയാണല്ലോ. അപ്പൊ നമുക്കൊരു ന്യൂ ഇയർ സ്പെഷ്യൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓണത്തിനും പെരുന്നാളിനൊക്കെ കൊടുക്കുന്ന പോലെ ന്യൂ ഇയർ സ്പെഷ്യൽ എന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഓഫറിൽ കൊടുക്കാൻ പോവാണ്. നമുക്ക് അതൊന്ന് പരിചയപ്പെടാലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നമ്മള് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണെങ്കിലേ, നമ്മളിതിൽ ഇപ്പോൾ എന്താ പറയുക, ചെറിയ 200 രൂപ മുതൽ സപ്പോട്ട ചിക്കു ഉണ്ട്. ചിക്കുവിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ബനാന ചിക്കു, ക്രിക്കറ്റ് ബോള്, ടെന്നീസ് ബോൾ, പിന്നെ ഒരു കലാപ്പാടി, അങ്ങനെ പല പേരിലുള്ളതുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ശരിക്കും ഒരു ക്രിക്കറ്റ് ബോൾ തന്നെയാണ്. കണ്ടില്ലേ, ഇത്തരം വലിയ കായകൾ ഇതിമന്ന് ഒരു 2 കിലോ കായ അറക്കാണ്ട് ഈ 1000 രൂപ ഒക്കെ വിൽക്കുന്ന മരത്തും വന്ന് നമുക്ക് ഒരു 2 കിലോയിലധികം കായ ഉണ്ടാവും. കണ്ടില്ല, ഓരോ കായന്റെ വലിപ്പം കാണിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ, ഇതേമാതിരി എല്ലാം ഒരു കായാന്നില്ല, ഇതിമന്ന് എത്ര കായകളാ നിൽക്കുന്നത്. അതേമാതിരി ഒരുപാട് വെറൈറ്റീസ്. ഇത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ചിക്കോട് കൂടി എത്ര രൂപ കൊടുക്കുന്ന? ഇത് നമ്മൾ 1200 കൊടുത്തിരുന്ന ഒരു 1000 രൂപക്ക് നമുക്കിപ്പോ ഒരു ഓഫർ എന്നുള്ളതിലേക്ക് 1000 രൂപ വെച്ച് കൊടുക്കാം. ഇതിന്റെ ചെറുതൊക്കെ ഒരുപാടുണ്ട്, 200 രൂപക്ക് കായോട് കൂടിയതുണ്ട്, കാണിക്കാം നമുക്ക്. ഓക്കെ, അപ്പോ 1000 രൂപയ്ക്ക് നമ്മൾ ഈ ഇത്രയും കായോട് കൂടിയാണ് ഈ മരം കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു വലിയ മരല്ലേ, ഒരു 2 കിലോ കായ ഇതിമ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, സൂപ്പർ മരം, ഇത്രയും വലിയ മരങ്ങളല്ലേ. ഇത് ഏതാണ് ഈ മാവിന്റെ? ഇത് കേശരി എന്ന് പറഞ്ഞ മാവാണ്. കേശരി എന്ന് പറഞ്ഞ മാവ് നല്ല റിസൾട്ടാണ്. ഇങ്ങനെ നമ്മൾ റമ്മിലൊക്കെ സെറ്റ് മുറ്റത്ത് വെക്കാനൊക്കെ പറ്റുന്ന നല്ല സീസൺ എന്ന് പറയുന്നത്. നമ്മളിതിന്റെ മാങ്ങനെ പറ്റി കേട്ടറിയുള്ളൂ, നമ്മൾ കഴിച്ചിട്ടില്ല. കേശരി ഫ്ലവർ വന്നിട്ടുണ്ടല്ലേ? മാങ്ങളുണ്ടായിരുന്നു, അത് ഒരു ആളുകൾ കസ്റ്റമർ കൊണ്ടുപോയതാട്ടാ. പ്രായം ഉണ്ട് മരത്തിന്, നല്ല ബുഷ് മരം, അത് ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റ് ആണിത്. ആവശ്യക്കാർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ മാവിന്റെ വലിയ വലിയ പ്ലാന്റുകൾ, മാവിന്റെ ഒട്ടനവധി പ്ലാൻ. ഇതിപ്പോ കോട്ടൂർ കോണാണ്, നിറയെ ഫ്ലവർ ചെയ്തൊക്കെയല്ലേ. കണ്ടില്ല, മുകളിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. എല്ലാ ഫ്ലവർ ഉണ്ട്, അതും വലിയ മരം, നല്ല പ്രായമായിട്ടുള്ള മരം. മാവിന്റെ എത്ര വെറൈറ്റീസ് നമ്മളുണ്ട് ബാബുക്ക? മാവിന്റെ നമ്മൾ 200-ലധികം വെറൈറ്റി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞാണ്. അത് ഇന്ന് അതിലും കൂടിയിരിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ വെറൈറ്റി കാണുമ്പോഴും ആളുകൾ ചോദിച്ചു വരുമ്പോൾ അത് നമ്മൾ കൊടുന്നു കൊടുക്കുകയാണ്. ഇപ്പൊ പുതുതായിട്ട് നമ്മൾ ഈ മാവൊക്കെ പുതിയൊരു മാവാണ്. ഇത് മാങ്ങ ആയിട്ടുണ്ടല്ലേ? മാങ്ങ അത് വലിയ മാങ്ങ, അത്രേ ഒരു മാങ്ങ തന്നെ എന്താ വലിയ മാങ്ങാവുന്നൊക്കെ ഇത് കൊടുന്ന ആള് അവിടുന്ന് പറയുന്നത്. ഇതിന്റെ കുറെ തൈകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ കണിമാങ്ങട്ട് ആള് കൊണ്ടുപോയതാ. ഇപ്പൊ ഇവിടെ ഇനിയും ഉണ്ട് കേട്ടോ, ഒരു ഏതാനും തൈകൾ കൂടി ഇനിയും ഉണ്ട്. ഇത് ബ്രൂണോ കിങ് ആണ്, മാങ്ങോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആട്ടോ. അതെ അതെ, ഇതിന്റെ വെറൈറ്റികൾ വേറെയുണ്ട്. മാവിന്റെ വെറൈറ്റികൾ ഇവിടെ ഒരുപാട് ഇട്ടാ, അത് നല്ല ഹെവി പ്ലാന്റുകളാണ്. ഇതൊരു മിക്സ് ആണ്. ഈ തൈകളൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ട്. കണ്ടിയിൽ ഞങ്ങൾ 100 കണക്കിന് അങ്ങോട്ട് കണ്ടില് ആ തൈകളൊക്കെ ഇത് ഇതേമാതിരി കണ്ടില്ലേ, ഓരോന്ന് നോക്കിയാൽ കാണിച്ചു കൊടുക്കൂ.
ഓരോന്നിന്മേലും ഫ്ലവർ. ഇതൊക്കെ എന്താണ്, ചിരിക്കുരസാലു, പെരുരസാലു അങ്ങനെയൊക്കെയുള്ള മാവുകളാണ്. വലിയ വലിയ മാങ്ങയാണ്. ഒരു 700-800 ഗ്രാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഓരോ മാങ്ങ കായ്ച്ചു. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത മാസമാകുമ്പോൾ നമുക്ക് മാങ്ങ തൂങ്ങി നിൽക്കുന്നത് കാണിക്കാം. ഇത് എങ്ങനെ കഴിക്കാൻ എന്താ ടേസ്റ്റ്? ഭയങ്കര ടേസ്റ്റുള്ള നല്ല മാങ്ങ, ടേസ്റ്റാ. നല്ല മധുരമാണ്. ഇതേ ഇല്ല, ഫുള്ള് എന്താ പറയാ, അതിന്റെ കാമ്പ് തന്നെയാണ്. ഇതിന്റെ ചെറിയ തൈകൾ ഉണ്ട് 250-400 രൂപക്ക് വെക്കുന്നുണ്ട്. ഈ തൈകൾ പറഞ്ഞാൽ ഇത്രയും വലിയ തൈകളല്ലേ, ഇത് കണ്ടില്ല. ഇപ്പോൾ ഇതൊക്കെ ഒരു മാവല്ലേ. ഇതൊന്ന് നോക്കിയാൽ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 1500 രൂപക്കാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങളൊരു വീഡിയോ കണ്ടുവരുന്ന ഒരു കസ്റ്റമർക്ക് നമുക്കൊരു ഓഫർ എന്നുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. കണ്ടില്ല, എത്രയും വലിയ മാവല്ലേ. ഓരോ ഫ്ലവറും ഓരോ കൊമ്പിൽ നോക്കാൻ സാറായിട്ട് ഇത് മൊത്തത്തിലാട്ടെ. ഈ മാവുകളൊക്കെ ഫ്ലവർ ചെയ്താണ്. ഈ കാണുന്ന സെക്ഷനൊക്കെ നമുക്ക് 1500 കൊടുക്കുന്ന, അത് നമുക്കൊരു ഓഫറിൽ കൊടുക്കാം. കുറച്ച് എന്തെങ്കിലും 10-200 കുറച്ച് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഇവിടെ വന്ന് നോക്കിയാൽ ഇത് എങ്ങനെ ഫ്ലവർ ചെയ്തേക്കണം നോക്കിയാട്ടെ. ഈ ഫ്ലവറൊക്കെ ഭയങ്കര രസകരമായല്ലേ. ഇവിടെ കണ്ടില്ലേ? ഫ്ലവർ വന്നിട്ടുണ്ട്. ഒരു കൊമ്പിൽ ചില്ലിമ ഒരു ജില്ലിമലാണ് ഇപ്പൊ ഇങ്ങനെ ഈ വന്നിട്ടുള്ളത്. മാവാണ്. കണ്ടില്ലേ, ഇത്രയും വലിയ അടിപൊളി. കണ്ടില്ലേ, വലിയ മാവ് ഉണ്ട്. സൂപ്പർ മാവ്. അത് ഈ മാവുകൾ ഇതൊക്കെ കേട്ടോ, ഒരുപാട് എണ്ണം ഞങ്ങൾ ഇതിലുണ്ട്. ഇനി ഒരു 200-100 തൈകൾ ഒന്നിച്ച് വേണം ഏതെങ്കിലും പ്ലാന്റേഷന്. ഞങ്ങളിത് കൊടുത്തിരുന്നു ഇവിടുന്ന്. ഏതൊരു പാർട്ടി വയനാട്ടിലൊക്കെ ഒന്നിച്ച് കുറെ തൈകൾ കൊണ്ടുപോയി. ഇപ്പൊ നല്ല റിസൾട്ടാ പറഞ്ഞിട്ട്. കാരണം ഇവിടെ ഒരുപാട് ഉണ്ടായതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇതൊക്കെ അങ്ങനെ സ്പേസിൽ നിന്നൊക്കെ ഒരുപാട് മാവിൻ തൈകൾ പോയിട്ടുണ്ട്. ഇനി ഇതാ ബാക്കിയിട്ട് ഒരുപാട്. ഇതും നല്ല നല്ല പ്ലാന്റ് ആണ്, നല്ല പ്രായമായിട്ടുള്ള മരങ്ങളാണ്. നമ്മളിപ്പോ ഓഫർ എന്ന നിലക്ക് 1000 എത്ര രൂപ കൊടുക്കാം? 1300-1200 വരെ കൊടുക്കും. 1200 രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാട്ടോ. ഇനി വിലന്റെ പ്രശ്നം കണ്ട, വില കുറഞ്ഞ ഒട്ടനവധി മാവുകൾ നമ്മളാ കണ്ട 500-400 വിൽക്കുന്ന വലിയ മാവുണ്ട്. അത് കാണിക്കാം നമുക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വിളിച്ചോളട്ടോ. നല്ല പ്ലാന്റുകളാണ്, കാരണം ഇതിലെല്ലാം ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതിന്റെ കടവണ്ണം നോക്കുകയാണെങ്കിലൊക്കെ ടോപ്പാണ്. അത്യാവശ്യം നല്ല പ്രായമുള്ള മരങ്ങളാട്ടോ. ഇത് നിറയെ ഫ്ലവർ ആലോ. ഇത് കലാപ്പാടിന്റെ ഒരു 8ഓളം വലിപ്പം ഞങ്ങൾ ഇതിലുണ്ട്. ചെറിയത് 200 രൂപ മുതൽ തുടങ്ങിയിട്ട് അപ്പൊ ഇതൊക്കെ കണ്ടില്ല നിങ്ങളെ, നിറയെ പൂത്ത്. ഇത് പിന്നെ ഫ്ലവറിനെ പറ്റി പറയാലല്ലോ. ഇത്രയും അടിപൊളിയായിട്ട് എല്ലാത്തിലും അടി തൊട്ടിട്ട് മേലെ ഫുള്ള് മരം ബുഷായി കിടക്കുന്നത് മൊത്തത്തില് ഫ്ലവർ ആണ്. അതെ. ഇനി അതിന്റെ അത് അത്ര വലിപ്പം വേണ്ടാത്തത് അതിന്റെ ഇവിടെ കണ്ടില്ലേ, ഇത് കലാപ്പാടിയാണ്. ഇത് സുവർണരേഖ കേട്ടോ. ഇത് ഫ്ലവർ ആയിരുന്നു, കണ്ടില്ല, നിറയെ ഫ്ലവർ ആയിരുന്നു. ഏകദേശം ലീഫ് ഒരേ മാതിരിയാണ്. അതറിയാത്തവർക്ക് അത് കലാപ്പാടിയാന്ന് വിചാരിക്കും. രണ്ടും ഒരേപോലത്തെ ലീഫാണ്. അതെ. മാവുകൾ നമ്മൾ ഒരുപാട് മാവുകൾ നമ്മളത് പ്രത്യേകത തന്നെ ഒരുപാട് വെറൈറ്റി എന്നുള്ളതാണ്. 200-ലധികം വെറൈറ്റി മാവുകൾ ഉള്ള ഒരു നഴ്സറിയാണ് നമ്മുടെ ഗ്രീൻ അഗ്രോ ഫാം, രണ്ടത്താണിയിലുള്ളത്. അപ്പൊ ഇതൊക്കെ കണ്ടില്ല, നല്ല ഹെൽത്തി. ഇത് നാണ്ടോക്കുമൈ കേട്ടോ. നാണ്ടോക്കുമൈൻ്റെ ഒരു മീഡിയം സൈസ് തൈയാണിത്. ഇതിലും വലുത് നമ്മളിതിലുണ്ട്, ചെറിയത് 4-5 വലുപ്പത്തിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഫ്ലവർ ചെയ്ത മരങ്ങളാട്ടോ. ഇനിയിപ്പോ വരാൻ സാധ്യതയുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷം പൂവ് ചെയ്ത ഫ്ലവർ ചെയ്ത തൈകളാണ്. ഇത് നാണ്ടോക്കുമൈ ഈ കീസിൽ എത്ര 30 കീസിലാണ്. ഇത് റമ്മിൽ സെറ്റ് ചെയ്ത് ഇതേമാതിരത്തെ ഒരുപാട് പ്ലാന്റ് നമുക്ക് ഇതൊക്കെ നമ്മൾ മുന്നിലിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ല, വലിയ ഒരു നല്ല ബുഷോട് കൂടിയ അടിപൊളി തൈ. അതായത് ഭൂമി കുറവുള്ളവർക്ക് മുറ്റത്തൊക്കെ വെക്കാൻ വേണ്ടി നമ്മളിങ്ങനെ റമ്മിൽ വെക്കണം. ഇതിന്റെ റമ്മിന്റെ 3 വലിപ്പത്തിൽ നമ്മൾ റമ്മുണ്ട്. വലിയ വലിയ റമ്മുകൾ വലുതാക്കി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ ഞങ്ങൾക്ക് എന്താ പറയാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി വലിയ മാവുകൾ ഞങ്ങൾ ഇതിൽ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ. എന്താ പറയാ പഞ്ചാരക്കരിസ് എന്ന് പറഞ്ഞ ഒരു മാവാണ്. ഇതിന്മേലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നിലും ഫ്ലവർ. ഇത് നോക്കിയ മായത്ത് നിറയെ ഫ്ലവറാണ്. ഏത് നോക്കിയാലും ഫ്ലവർ ഇല്ലേ, ഇതൊക്കെ ഫ്ലവറാണ്. അപ്പം അതിൻ്റെ ഒരു ടൈമാണ്, മാവുകൾ ഫ്ലവർ ചെയ്യുന്ന ഒരു ടൈമാണ് നമ്മളിതിൽ. വലിയ ഇപ്പോൾ ഈ മാവൊക്കെ എന്താ പറയാ ഒരു 5 കൊല്ലം വളർത്തി അത്ര വലുതാവും, അത്രയും വലിയ മാവാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഇത് കോട്ടൂർ കോണാട്ടോ. എങ്ങനെ ഫ്ലവർ ചെയ്തിരിക്കണേ. ഇനിയിപ്പോ ഇത് മാങ്ങാവാനായി. പൂവൊക്കെ ഈ മഴന്റെ ഇതുകൊണ്ട് കരിഞ്ഞതൊക്കെ. ഇനിയിപ്പോ 1-2 കുറെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കോട്ടൂർ കോണത്ത് പെട്ടാനെ കേട്ടോ. ഈ ചെറിയ മാവ് കണ്ട എന്ത് രസത്തിലാ ഫ്ലവർ ചെയ്തിരിക്കണല്ലേ. ഇങ്ങനെ ചെറുതും വലുതും നമ്മൾ ഓരോരോ എന്താ പറയാ വ്യക്തികൾക്ക് ആവശ്യമായ എല്ലാ തൈകളും ഉണ്ട്. ഇതിപ്പോ ചെറിയ തൈകൾ കണ്ടില്ല, നല്ല 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 ഫ്ലവർ. ഇങ്ങോട്ട് നോക്കിയാ ചെറിയ തൈലത്തിന് ഇത്രയും ഫ്ലവർ വന്നിട്ടുണ്ട്. അതെ, ഇതേമാതിരി ഓരോ തൈകൾ. ഇതിന്റെ നേരെ പീസ് വണ്ണം നോക്കിയാൽ മതി. ഈ ചെറിയത്, അതിന്റെ മേലുള്ള മണ്ണുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വലുപ്പത്തിലുള്ള ഫ്ലവർ. എങ്ങനെ പ്രതിമലൊക്കെ മാങ്ങണ്ട, എങ്ങനെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ മരങ്ങളാണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വിലക്കും വാങ്ങാം. 200 രൂപ മുതൽ നമ്മളിതിൽ തൈകൾ തുടങ്ങണം. മാവ് തൈകൾ ഫ്ലവർ ചെയ്ത മാവ് 200 രൂപക്ക് ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോ ഇതിനും എല്ലാ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മാത്രം.
നമ്മളെ ഫ്ലവറുള്ള മാവുകൾ കുറേ കാണിച്ചു. ഈ ഒരു കൊലയിലൊക്കെ എത്ര കണ്ണിമാങ്ങ വരുന്ന അറിയും. ഇതൊക്കെ നമ്മൾ ചെറിയ വിലക്കാ കൊടുക്കുന്ന 600 രൂപ കൊടുക്കുന്ന ഒരു തൈയാണിത്. ഇത്ര ഫ്ലവർ ചെയ്ത് അടിപൊളിയായ മാങ്ങ പിടിച്ച് ഈ സൈസ് 600 രൂപ കൊടുക്കുന്നത്. അതെ അതെ. ഫ്ലവറോട് കൂടി മാങ്ങ വന്ന് അടക്കം കൊണ്ടുപോവാ ഈ ഒരു മരം 600 രൂപയ്ക്ക് കേട്ടോ. നമ്മളെ അവിടെ പറഞ്ഞില്ലേ നാണ്ടോക്കിന്റെ ഒക്കെ പല വലിപ്പങ്ങൾ ഇതാ. ഏത് ഇതിനെ ബഡ്ജറ്റിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ തൈകളും ഞങ്ങൾ ഇതിലുണ്ട്. ഒട്ടനവധി ആയിരക്കണക്കിന് ഇങ്ങോട്ട് വന്ന് കാണിച്ചോളൂ. ഒന്ന് കാണിച്ചോളി. ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ വലിയ വലിയ തൈകൾ എന്ന് പറഞ്ഞ ഇതേമാതിരി ഇങ്ങനെ ഇതിനെ പറ്റിയ തൈകൾ ഓരോന്ന് ഓരോ തൈ എന്ന് പറയുന്നത് ഇതൊക്കെ ഓരോ മരമാണ് കേട്ടോ. കണ്ടില്ലേ, വലിയ മരങ്ങൾ, വലിയ മരങ്ങളാണ്. എന്നാൽ അതിനൊക്കെ വില കേൾക്കുമ്പോൾ ഇവിടെ വരി നമുക്ക് നേരിൽ പറയാം. വളരെ ചെറിയ വിലക്ക് തരും. ഞാൻ പറഞ്ഞ മീഡിയം സൈസ് തൈകളെന്ന് ഇതാ ഓരോതൊക്കെ നാണ്ടോക്കുമൈ കേട്ടോ. നല്ല ബുഷ് പോലെ ഏത് നാണ്ടോക്കുമൈൻ്റെത് ഞാൻ പറഞ്ഞല്ലോ 400 രൂപ മുതൽ മേലോട്ട് അങ്ങോട്ട് പല വലിപ്പത്തില്ല. റമ്മലും ഇതിലൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് വിലയുണ്ട്. വലിയ ഫ്ലവർ എന്നൊക്കെ മാവുകളല്ലേ ഇങ്ങനെ കാണിച്ചു കൊടുക്കോ. കീസുകൾ ഒരു എന്താ പറയാ ഒരു 2-3 നഴ്സറി എടുത്തുള്ള മാവ് നമ്മളെ. അതൊന്നും കഴിഞ്ഞില്ല. മാവിന്റെ ലോകം ഇങ്ങോട്ട് വരും. നഴ്സറിക്കാരൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കൊടുത്തു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ടല്ലോ ഇവിടെ. അതെ. ഓക്കെ. മാവും തൈകൾ ഇവിടെ കണ്ടിട്ടോ. ഒരുപാട് ഇവിടെയൊക്കെ മാവും തൈകളാണ് കാണുന്നത്. നോക്കി ആയിരക്കണക്കിന് തൈകൾ നമ്മൾ തിരിച്ചു. ഇനിയിപ്പോ കലാപാടി ഒരു ഡിമാൻഡ് ഉള്ള നല്ല മാവ് ഇങ്ങനെ നോക്കിയാണ് നമ്മളിതിൽ എന്താ പറയാ കലാപാടിന്റെ മാത്രം പല സൈസിലുള്ളത് ഫ്ലവർ വന്നത് ഇഷ്ടം പോലെ റെഡി ആട്ടോ. ഈ കാലപ്പാടിയൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് എന്ന് വെച്ചാൽ 500, 600, 300 വലുപ്പത്തിനനുസരിച്ചൊക്കെ വിലകളാണ്. ഓക്കെ കേട്ടോ. പല സൈസിനനുസരിച്ചുള്ള വിലകളാണ്. എല്ലാത്തിലും ഫ്ലവർ വന്നിട്ടാ. അതൊരു പ്രത്യേകത ഈ മരത്തിനുണ്ട്. ഇപ്പൊ ഫ്ലവർ വരുന്ന ടൈമാണ്. എങ്കിലും കലാപാടി ഞാൻ പല ടൈമിലും പൂക്ക് വരുമല്ലോ അല്ലേ. അപ്പൊ ഇതാവണല്ലേ എല്ലാ സൈസിലും ഉണ്ട്. ആവശ്യക്കാർ ഈ വീട്ടിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മളീ കാണിക്കുന്നതൊക്കെ നാരങ്ങന്റെ ഐറ്റംസ് ആണ്. എന്തായാലും ഒരു 10-20 വെറൈറ്റി നാരങ്ങൾ, ഓറഞ്ചും നാരങ്ങയും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടില്ല. ഇഷ്ടംപോലെ നാരങ്ങ കാഴ്ച. ഇതൊക്കെ സാധാ എന്താ പറയാ നമ്മളെ മാർക്കറ്റ് ലെമൺ ഉണ്ട്, സ്വീറ്റ്ലെസ് ഉണ്ട്, പിന്നെ അതുപോലെ ഒട്ടനവധി ഓറഞ്ചുകൾ. ഒരു 2-3 ഓറഞ്ചുകളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കും. ഒന്നിങ്ങനെ ഇങ്ങോട്ട് വരും. ഇപ്പോ ഇവിടെ തന്നെ എല്ലാത്തിലും കായ ഉണ്ടല്ലോ. ഒരുവിധം മരത്തിലൊക്കെ കായ ഉണ്ടല്ലോ. എല്ലാ അധികം മരത്തിലും ഒന്നും കായ്ക്കും. ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കും. ഫ്ലവറും കായ് നിറയെ കണ്ടേ. ഇപ്പൊ ഇതൊക്കെ നിറയെ ഫ്ലവർ കണ്ടേ. ഇതേമാതിരി ഓരോ മരങ്ങളും കായ ഉണ്ട്, ഫ്ലവർ ഉണ്ട്. ഇഷ്ടം പോലെതാ കണ്ടില്ലേ. ഇത് ലെമൺ ആയിട്ടല്ലേ. അത് ലെമൺ ആയിട്ട്. ഇതിൽ വേറെ റേറ്റ് നോക്കിയാ ഇതൊക്കെ കണ്ട സീഡ്ലെസ് ആണിത്. ഓരോ വല്ല ഓറഞ്ച് പോലെ അല്ലേ. നല്ല രസമുള്ള സീഡ്ലെസ് ലെമൺ. പിന്നെ ഞാൻ ഓറഞ്ചുകൾ കാണിക്കണ്ട. കുറെ ഒരുപാട് ഓറഞ്ച് ഐറ്റംസുകളുണ്ട്. ഓറഞ്ച് കാണാനൊക്കെ ഓക്കെ, മധുരമൊക്കെ നമുക്ക് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ലെമൺ തൈകളൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ആണ്? 200 രൂപയ്ക്ക്. 200 രൂപ. അത് കായുള്ളത് അല്ലേ? കായുള്ളത്. ഇനി ബുഷ് ഓറഞ്ച് ഒക്കെ നമുക്കൊരു 150 രൂപ കൊടുക്കാൻ പറ്റും കേട്ടോ. ഓറഞ്ചോട് കൂടി നമുക്ക് 150 കൊടുക്കാം. ഓക്കെ. ഇവിടെ ഇതിന്റെ ഉള്ളിലുണ്ട്. നമുക്ക് വീഡിയോ അങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ ഒട്ടനവധി കായോട് കൂടി ഇതൊക്കെ ഓരോരോ ഐറ്റം ഓറഞ്ചുകളാണ്. മാൾട്ട ചൈന ഓറഞ്ച് ഒക്കെ ആണ്. ഇതിമലൊക്കെ നിറയെ ഫ്ലവറുമാണ്. ഇതേമാതിരി എത്ര വലുപ്പമുണ്ടാവും കായ് കണ്ടില്ലേ. ചൈന ഓറഞ്ച് അവിടെയൊക്കെ പൊയ്ത്തുക്കണതാ മഞ്ഞ കളറിലൊക്കെ ഉള്ളത്. ചൈന ഓറഞ്ച് എത്ര രൂപ കൊടുക്കുന്നത്? ചൈന ഓറഞ്ച് നമുക്ക് ഒരു 250 രൂപ. ഒരു ഓഫർ ഇട്ടോ 200 കൊടുത്തോ. 200 കൊടുക്കാം. നാരങ്ങ 200 രൂപക്കാണ് പോട്ട്. കായോട് കൂടി ഉള്ളത് നിറയെ ഇത് ഫ്ലവർ കാണിച്ചു കൊടുക്കിയ ഇതിലൊക്കെ ഫ്ലവർ വരുന്നുണ്ടോ. പോലെ ഫ്ലവർ അല്ലേ. പിന്നെ കായ വന്നിട്ടുണ്ട്. ഇതിന്റെ ലീഫ് ഇങ്ങനെയാണ് ഒരു എന്താ പറയാ ചെടി മോഡലേ. അത് നമുക്കൊരു ഭംഗിക്കും വെക്കാം. ഭംഗിക്കും വെക്കാം. ഇത്രയും നല്ല ഓറഞ്ച് കാഴ്ച നിൽക്കുന്നത് ഇതൊക്കെ ഭംഗിക്ക് വെച്ചൂടെ. ഇങ്ങോട്ട് വെക്കുക. നല്ല രസം. 200 രൂപക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ അടിപൊളിയാട്ടോ. നാരങ്ങൾ നമ്മൾ കുറെ കാണിച്ചില്ലേ. അതിൽപ്പെട്ട ഇത് മാതളം നാരങ്ങ, നമ്മളെ മാതോളി നാരങ്ങ, എന്താ പറയാ അങ്ങ് പറയില്ലേ. കണ്ടില്ലേ ഫ്ലവർ ചേർന്നിട്ട്. ഇതിന്റെ കായകൾ നോക്കുകയാണെങ്കിൽ പച്ചയും മഞ്ഞയും പോയിട്ടതൊക്കെ ഇങ്ങോട്ട് ഒന്നും കണ്ട് കാണിച്ചു കൊടുത്താടെ. ആള് നമുക്കുണ്ടല്ലോ ചിലത് കായ്ക്കും എന്നൊക്കെ പറഞ്ഞു. ഇതാ കാഴ്ച നിൽക്കുന്നത്. നിങ്ങളുടെ നോക്കിയാ ഇതിലൊക്കെ എത്ര എണ്ണ ഈ ചെറിയ മരത്ത് ഫ്ലവർ ഒന്ന് കായ ഇനി പൊയ്ത്ത് നിൽക്കുന്നത്. ഇവിടെ കണ്ടോ. ഇവിടെ ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുക്കൂ. ആ കായൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. കണ്ടില്ലേ വലിയ കായകളൊക്കെ ഏകദേശം പഴുപ്പായിട്ടുണ്ടല്ലേ. അതെ. പഴുത്ത് മൂപ്പായതാണത്. നല്ല മധുരമുള്ള നല്ല അടിപൊളി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നാരങ്ങയാണ് ഈ മാതോളി നാരങ്ങ എന്നൊക്കെ പറഞ്ഞു. ബബ്ലൂസ് നാരങ്ങ. നല്ല മരങ്ങൾ. ഇത് നമുക്ക് ചെറിയ തൈകളൊക്കെ അല്ലേ. ഞാൻ ചെറുതുണ്ട്. അത് നീ പറഞ്ഞ പോലെ 200 രൂപ സ്റ്റാർട്ടിങ്. അപ്പൊ ഈ വലിയ നാരങ്ങോട് കൂടെ നിൽക്കുന്ന മരക്കഥ അതൊക്കെ നമുക്കൊരു 300 രൂപ കിട്ടി കൊടുക്കും. ഓഫറിലാട്ടോ. മുഴുവൻ കായുണ്ട്. ഇതൊക്കെ നമ്മൾ വരികയാണ്. ഇങ്ങോട്ട് നോക്കിയാ ഈ മരത്തിൽ കായാണ് ഈ കാണുന്നൊക്കെ
കായകളാണ് കായ ചെറു- വരുന്നതാ ഒക്കെ കായകളാണ് 300 രൂപക്ക് കൊടുത്തു 300 റുപ്യക്ക് ആ. ഓഫർ ആയിട്ട് കൊടുക്കാം. കൊടുക്കും. അപ്പൊ ഈ കാണുന്നതൊക്കെ എന്തായാലും അതാണ് സില്ലൂവിന്റെ വലിയ പ്ലാന്റുകളാണ്. ഇത് മദർ പ്ലാന്റ് ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഒരാൾ വന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളത് കൊടുക്കും. ഇപ്പൊ കായോട് ഇതിപ്പോ നമ്മള് ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയൊക്കെ ഫുള്ള് കായല്ലേ കണ്ടില്ലേ. ഫ്ലവറും ഉണ്ട്. ഫ്ലവറും ഉണ്ട്. ഇത് എന്നും കായുണ്ടാവും, ഒരു ടൈമൊന്നും ഇല്ല ഇതിന്. ഇപ്പൊ ഇതാ ഇതിന് തൊട്ടടുത്ത മരം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങനെ ലെയർ ചെയ്ത് വെച്ച് മാത്രം പ്ലാന്റ്. ഇപ്പൊ ഒരാൾ പറയുകയാണ് ഇതിനെ തന്നൂടെ, ഇത് കൊടുക്കും, ഞങ്ങൾ തീർച്ചയായും കൊടുക്കും കേട്ടോ. അതേമാതിരി തന്നെ ഇനി ഇപ്പുറം കാണിക്കുന്നത് ഇതൊക്കെ ലോങ്ങിന്റെ ഓരോരോ ഐറ്റംസ് ആണ്. ഓരോ ഡയമണ്ട്, പിന്നെ ഓൾ സീസൺ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരിലുള്ള വലിയ വലിയ മരങ്ങളുണ്ട് ഞങ്ങൾ ഇതിൽ. ഉമർചാമ്പ. ഉമർചാമ്പാണ്. ആ. ഉമർചാമ്പിന്റെ വലിയ മരം, ബുഷ് മരം. അതെ. ഉമർചാമ്പിന്റെ ഏത് വലിപ്പമാണെങ്കിലും നമ്മളെ കണ്ടിട്ടോ. ഒട്ടനവധി ഇതൊക്കെ ഞങ്ങൾ മദർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആവശ്യക്കാരൻ വന്നാൽ കൊടുക്കുകയും ചെയ്യും. മൾബറി. മൽബറി നല്ലൊരു മരം. ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ കായായിരിക്കും. ബ്രസീലിയൻ മൽബറി അല്ലേ? മൾബറി. ലാൻഡ്സ്കേപ്പിന് പറ്റിയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മളെ ഈ ഗാർഡനിൽ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, ഇനി അപ്പുറത്തൊക്കെ കാണിക്കാൻ കേട്ടോ. ലാൻഡ്സ്കേപ്പ് ഞങ്ങളൊരു മെയിൻ ഘടകാട്ടും. ഒട്ടനവധി ഫൈക്കസും സൈക്കസും എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ. മിർച്ചി ഗോൾഡ്, മിർച്ചി ഗ്രീന്, ലാൻഡ്സ്കേപ്പിന്റെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. ഒട്ടനവധി. നമ്മള് വീടൊക്കെ ഫുള്ള് നമ്മൾ ഓരോ വീട് ഇതൊക്കെ എടുക്കാറുണ്ട് ഇങ്ങനെ ജോലികളെ. നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ടോ? ലാൻഡ്സ്കേപ്പ് തോട്ടം സെറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? നമ്മൾ കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കും. ഏത് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. തോട്ടം സെറ്റ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബാപ്പോക്ക നല്ല അതിനുള്ള വൃത്തിയുള്ള പണിക്കാർ എന്ന് വെച്ചാൽ അതിനെപ്പറ്റി അറിയുന്ന പണിക്കാരുണ്ട്, നമ്മൾ ജോലിക്കാർ. അവരെ വിട്ടിട്ട് നമ്മൾ ഏത് സ്ഥലം വേണമെങ്കിലും പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വന്ന ലാൻഡ്സ്കേപ്പിന്റെ ഒട്ടനവധി തൈകളൊക്കെ ഞങ്ങൾ ഇതിലുണ്ട്. ഏത് തരം തൈ വേണമെങ്കിലും ഞങ്ങൾ എല്ലാ നഴ്സറിയിലും ഇപ്പൊ നമ്മൾ ഇത്തരം തൈകളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ലാൻഡ്സ്കേപ്പിന്റെ ഒട്ടനവധി നഴ്സറിക്കാർ നമ്മളെ എടുത്തു വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിന്റെ പിന്നെ ഈ ചാമ്പകളൊക്കെ ഇതിൽ പെട്ട ഉമർ ചാമ്പ, ബാലി, ഉമ്മർ, അങ്ങനെ ഒരു 8ഓളം വെറൈറ്റി ചാമ്പകൾ നമ്മളിതിലുണ്ട്. ഒക്കെ കായ വന്നാട്ടോ. ഇതിലൊക്കെ ഉള്ളിൽ കായുള്ളതും ഉണ്ടാവും. ഇപ്പൊ സീസൺ അല്ലാത്ത ഇതുണ്ടായിരുന്നു. ഫ്രൂട്ട് വന്ന പേരമരം ഇതേതാ? ഫ്രൂട്ട് വന്ന പേരാന്ന് പറയുന്നത്. ഇതിൽ എയ്മല ഫ്രൂട്ട് ഇല്ലാത്ത എല്ലാത്തിലുണ്ട്. എല്ലാം ഇതൊക്കെ നമ്മൾ മുമ്പത്തെ തീപ്പെട്ട സ്റ്റോക്കാണ്. അതുകൊണ്ട് അത്യാവശ്യം മൂപ്പുള്ള മരങ്ങളാണ്. ഏത് മരം എടുത്തോളി, ഇതാ ഏത് വേണേലും കണ്ടി ഇങ്ങോട്ട് പോകാം. ഈ മരത്തുമലൊക്കെയുള്ള ഫ്ലവർ ഒന്ന് കണ്ടാട്ടെ. ഫ്ലവറും ഫ്രൂട്ടും കണ്ടില്ലേ? നിറയെ നിൽക്കുന്നുണ്ട്. അതേ മരത്തെ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന വില കിട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടും. ഈ കായോട് കൂടിയ ഈ ഫ്ലവർ, ഇത്രയും ഫ്ലവർ ചെയ്ത ഈ മരക്ക് നമ്മൾ 300 കൊടുത്ത് ഒരു ഓഫർ 200 രൂപക്ക് നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന ഏതൊരാൾക്ക് നിറയെ ഫ്രൂട്ട് വന്ന പേരന്റെ തൈകളാട്ടാ. ഫ്ലവറും ഫ്രൂട്ടൊക്കെ വന്ന തൈകളാണ് ഇത്. നമ്മൾ ഇങ്ങനെ കായോട് കൂടി ഇത്ര 200 രൂപ കൊടുക്കുന്നത്. ഇതിലെ കീസിന്റെ കവർ സൈസ് ഉണ്ട്. അതിൽ 200, 250, 300, 2-3. പിന്നെ വില കൂടിയ പേരകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ ഈ പേരകളൊക്കെ കണ്ടില്ലേ? ഇവിടെ ഒന്ന് നോക്കിയാണ്ട് ഇത് ജപ്പാൻ പേര, അതുമാതിരി പിങ്ക് പേര, ഇതൊക്കെ ഇങ്ങനെയും വലിയ കണ്ടോളൂ. കായ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. ഇതുപോലൊക്കെ ഫ്ലവർ, ഡയമണ്ട് റെഡ്, ഇത്തരം ഐറ്റങ്ങൾക്ക് ചെറിയൊരു വിലയുണ്ട്. അത് കീസ് സൈസിനനുസരിച്ച് ഒക്കെ വിലയുണ്ട്. നമ്മൾ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ഒരു 200 അതിന് കൊടുക്കും. ഓഫർ കൊടുക്കുക. അതും കായോട് കൂടി. ഫ്ലവറും നിറയെ ഫ്ലവർ ഉള്ള എല്ലാത്തിലും കായും ഫ്ലവർ കേട്ടോ. ഇപ്പൊ നമ്മളീ കാണിക്കുന്ന ഈ വലിയ വലിയ ചാമ്പത്തൈകൾ ഇത് നമ്മളൊക്കെ കുറച്ച് ഓൾഡ് തന്നെയാണ്. ഈ വലിയ കായ വന്നതും അതുമാതിരി ഇത്രയും വലിയ വലിയ മരങ്ങളെ ഇത് നമ്മളൊരു ഓഫറിന് വിറ്റ് ഒഴിവാക്കാന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കുക കേട്ടോ. ഈ തൈകളൊക്കെ നമുക്ക് 200 രൂപയാണ് കൊടുക്കാം. 200 ഇഷ്ടമുള്ള വാണി വന്ന് തരണം. ഇതൊക്കെ വണ്ടിയ ഓരോ മരങ്ങൾ. ഇത് 200 രൂപ കഴിയുമ്പോ തോലുണ്ട്. ഇതാണ് അത് നമ്മൾ എന്താ കുറെ നമ്മളെ സ്റ്റോക്ക് ഉണ്ട്. ഫ്ലവറും ഫ്രൂട്ടും ഉണ്ടായിരുന്നു. അത് ആളുകൾ ഇങ്ങനെ തെരഞ്ഞു കൊണ്ടുപോകണം ഫ്രൂട്ടുകളൊക്കെ. ഇനിയിപ്പോ ചിലപ്പോ അടുത്ത് ഇതിന്റെ സീസൺ ആയിരിക്കും. വേരിഗേറ്റഡ് ഒക്കെ 200 രൂപ കൊടുക്കുന്നു. ആവശ്യക്കാർ വേഗം വന്നോളെ. ഇതിൽ ഫ്രൂട്ടും ഫ്ലവർ ഒക്കെ വന്ന പ്ലാന്റുകൾ കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് വന്നോളൂ. കുറച്ച് പീസ് ഇവിടെ ഇപ്പൊ അത്യാവശ്യം പീസ് സ്റ്റോക്ക് ഉണ്ട്. അത് ഒരു വിറ്റുകാക്കൽ നിലക്കാണ് ഈ ഓഫർ കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഏതാ റേറ്റ്? ഇതിന്റെ അപ്പുറത്ത് ഇരിക്കുന്നത് ഗ്രീൻ ചാമ്പതാ. ഗ്രീൻ ചാമ്പുണ്ട്. അത് നമുക്കൊരു 250 രൂപ പറ്റും. അതും ഈ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാം. ഒക്കെ കായ ഉണ്ടായിരുന്നു കേട്ടോ. ആളുകൾ കായകൾ ഇങ്ങനെ തെരഞ്ഞു കൊണ്ടുപോകണം. അത്ര നല്ല സൈസ് മരം കേട്ടോ. ഇങ്ങനെ കാണുന്ന പോലല്ല, നല്ല സൈസ് മരമാണ്. 200, 250 രൂപയൊക്കെ നല്ല പ്ലാന്റ് തന്നെ കേട്ടത്. ബുഷ് ഓറഞ്ച് നല്ല കായോട് കൂടി നിൽക്കുന്നുണ്ടല്ലോ. ബുഷ് ഓറഞ്ച് നമ്മൾ ചീപ്പ് റേറ്റിന് കൊടുക്കുന്നത് 150 രൂപക്ക്. ഏത് തൈ ആണെങ്കിലും ഈ ഫ്ലവർ നിറയെ കായല്ലേ. ഓരോ മരത്തിന് നോക്കുകയാണെങ്കിലും 150 രൂപ. ഇതൊക്കെ നമ്മൾ കാണാൻ കൊണ്ട് കായ ആയിട്ടില്ല എന്നുള്ളൂ. ഇത് കഴിയുമ്പോൾ ഒന്ന് സൂം ചെയ്തോളൂ. കണ്ടു ഇഷ്ടം പോലെ കായോട് കൂടിയ അവിടെയൊക്കെ കായുണ്ട്. അതാ പച്ചപ്പായി കാണാതെയാണ്.
നല്ല കായുള്ള തൈ 150 രൂപ കിട്ടുക ബുഷ് ഓറഞ്ച് കൊടുക്കുന്നത്.